ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും ഉള്ളി റോസ്റ്റ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഷുഗർ ക്രെയിൻസ് വന്നു, ഒരേ പേര് മൈൻഡിലേക്കും വന്നു. സോ ഇന്ന് നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്കാണ് പോകാനാണ്. ഷുഗർ ഡയറ്റ് എടുക്കാൻ തീരുമാനിക്കുന്ന ദിവസം തന്നെ ഷുഗർ ക്രെയിൻസ് വരുന്നത് എന്തൊരു കഷ്ടമല്ലേ. അങ്ങനെ നമ്മൾ അവിടേക്ക് ഇറങ്ങുകയാണ്. ഹൈലൈറ്റ് മാൾ എന്നുള്ള ആ ഒരു ബോർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക എവിടേക്കാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പിന്നെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മുടി കേടാവും. പക്ഷേ മുടി കേടായാലും തടി കേടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചേ പറ്റൂ. സോ പ്രൊട്ടക്ഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ട് സേഫ് ആയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ മാറ്റി വെച്ച് മുടിയൊക്കെ റെഡിയാക്കി ഇതേ നമ്മുടെ മെയിൻ ലൊക്കേഷൻ എത്തി. യെസ്, സെയിൻ ലബാനിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. സൗദിയിലെ ട്രെൻഡിങ് ആയ ബി ലബാന്റെ കോപ്പിയാണ് സൈൻ ലബാൻ. അപ്പൊ നമ്മൾ അവിടെ എത്തിയത് പിസ്താഷ്യോ കഴിക്കാനാണെങ്കിലും അവിടെ എത്തിയപ്പോ പിസ്താഷ്യോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, അവിടെ എല്ലാം ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു. ആ ഒരു രംഗാണ് ഈ കണ്ടത്. ഈ വിഷമം അതിന്റെയാണ്. പിന്നെ നമ്മൾ കിട്ടിയതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നതിലുള്ള ബൂഞ്ചിക്ക ബാബ ഐറ്റംസ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ചോക്ലേറ്റ് ഫ്ലേവറും മറ്റൊരെണ്ണം ലോട്ടസ് ബിസ്കും. അങ്ങനെ ആ 2 ഐറ്റംസും നമ്മൾ പ്ലേസ് ചെയ്തു. നമ്മളിത് കസർത്ത് തുടങ്ങിയിരിക്കുകയാണ്. 2-3 സ്പൂൺ കഴിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതിന്റെ ഹാഫ് വെച്ച് നമ്മൾ വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ 2 ഐറ്റംസ് നമ്മൾ ടേസ്റ്റ് നോക്കി. ഫസ്റ്റ് ഹാഫ് ആക്കി, സെക്കൻഡ് 2 സ്പൂൺ ടേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇതേ മത്തുപിടിച്ച് ഈ അവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മാളിൽ കയറിയ സ്ഥിരമുള്ള ഐറ്റമാണ് ഈ പർച്ചേസിങ്. അപ്പൊ നമ്മൾ ആദ്യം ഈസി ബൈയിൽ കയറി. പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ കിട്ടാതെ ഇപ്പം മാക്സ് പോയി ഇടയിൽ. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ കയറി. അപ്പൊ സ്റ്റുഡിയോയിൽ കയറിയപ്പോ 9:30 ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ക്ലോസിംഗ് ടൈം ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടാതെ തിരിച്ച് വീണ്ടും ഈസി വൈയിലേക്ക് വന്നു. അങ്ങനെ എന്നിട്ട് കണ്ണ് കിട്ടിയ 1-2 സാധനങ്ങൾ എടുത്തു. എന്നിട്ട് പുറത്തേക്കും ഷോപ്പ് അടയ്ക്കാനായിട്ടുണ്ട്. അതെ, 10 മണിക്ക് ആവാറായിട്ടുണ്ട് ഏകദേശം. അപ്പൊ അവർക്ക് റഷും ഉണ്ടാവും. പിന്നെ നമ്മളടുത്ത് തിടുക്കൊന്നും കൂട്ടിയില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് ഡ്രസ്സ് ഇടയ്ക്ക് എടുത്തൊക്കെ വെച്ചിട്ടൊക്കെ പോകാനുള്ളത് കൊണ്ട് നമ്മളവിടെ നിന്ന് കിട്ടിയ ഡ്രസ്സ് എടുത്തു. അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണോ വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇത് പിന്നെ എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം ഇവളെ കൂടെ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയ സാറ്റിസ്ഫൈഡ് ആവുന്നത് വളരെ റെയറാണ്. അപ്പൊ നമ്മൾ പിന്നെ നേരെ നെസ്റ്റോയിൽ കയറി 1-2 ഐറ്റംസ് വാങ്ങാനുണ്ടായി. ഇതേ എന്റെ കുട്ടി കണ്ടില്ലേ, നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുന്നത്. പിന്നെ നമ്മൾ ബൈക്കിന്റെ വില ചെയ്ത് വന്നത് കൊണ്ട് ഇത്രയും സാധനങ്ങൾ അവിടെ ഇവിടേക്ക് ആയിട്ട് കുത്തിത്തിരികെ പ്ലേസ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. പോരുന്നതിക്ക് നമ്മൾ പന്തിരങ്കാവ് പുതിയ ടോള് വന്നതിന്റെ വീഡിയോ എടുത്താണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഈ 2 സാധനം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അമ്മ അച്ഛനും കൂട്ടി കൊടുക്കുന്ന രംഗാണിത്. രണ്ടുപേരും അത് ഐസ്ക്രീം ആണോന്നൊക്കെ ചോദിച്ചിട്ടാണ് കഴിച്ചത്. കാണാൻ മറക്കണ്ട. അടുത്തൊരു സർപ്രൈസ് വ്ലോഗ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.